ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല, അവർ സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സൊന്നല്ല അവർ ധരിച്ചിരുന്നത്, വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ, പിന്നെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ, ഒരു ജംകാളം, പിന്നെ ഒരു സ്റ്റീലിൻ്റെ മൊന്ത, ഗ്ലാസ്, ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക. അതിലുപരി ഷെറിന് പ്രത്യേകമായിട്ട് കിടക്കുക, തലയണ, വീട്ടിൽ നിന്ന്. കാരണവർ കേസിലെ ഷെറിൻ്റെ സഹതടവുകാരിയായിട്ടുള്ള ചേച്ചിയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് പുച്ഛമാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഭരണഘടന അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ജനാധിപത്യ രാജ്യമാണിതെന്ന് പറയുന്നത്. ഇവിടെ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, ഈക്വൽ ലോ ഓഫ് പ്രൊട്ടക്ഷൻ. ഈ ഒരു സംഭവത്തിൻ്റെ വയലേഷൻ അല്ലേ ആ ജയിലില്ല ആ ഉദ്യോഗസ്ഥർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ പ്രവർത്തികൾ നടക്കുന്നത് മുഖ്യൻ്റെ മൂക്കിന് കീഴെയാണെന്നുള്ള കാര്യം, താഴെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് തന്നെ കളങ്കമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ഉദ്യോഗസ്ഥർ അറിഞ്ഞോ അറിയാതെയോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ആരായാലും രാഷ്ട്രീയ ഭേദമന്യേ പ്രതികരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ഭരണഘടനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.